തെണ്ടി ഇറങ്ങി പാടാ പുറത്തേക്ക്. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ അവറാച്ചൻ പോകുന്നുള്ളൂ. നീ ഇങ്ങോട്ട് ഇറങ്ങുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറണോ? വെറുതെ ഇടങ്ങേറുണ്ടാക്കണ്ട. അപ്പൂട്ടനെ വിവരം അറിയിച്ചിട്ടുണ്ടോ? ആള് പോയിട്ടുണ്ട്. അവറാച്ച ആ പാവത്തിന് ഒരവധി കൂടി കൊടുത്തൂടെ? അത്രയും തെണ്ണ ഉണ്ടെങ്കിലേ താൻ താടോ എന്റെ 10,000. ഇന്ന് അവന്റെ കൂടും കുടുക്കയൊക്കെ വാരി പുറത്തിട്ട് അവനെ വഴിയാധാരമാക്കിയില്ലെങ്കിൽ ഞാൻ വട്ടവാൾ പറമ്പിൽ വക്കച്ചന്റെ പോൻ അവറാച്ചനല്ല. ഒന്ന് ക്ഷമിക്ക അവറാച്ച, അപ്പൂട്ടൻ ആള് പോയിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കും. അതാ അപ്പൂട്ടനെത്തി. ഒന്ന് മാറി നമ്പർ അങ്ങോട്ട് പൊക്കട്ടെ. ഒരു ഡീസൻസിക്ക് വേണ്ടേ? എന്താ പ്രശ്നം അവറാച്ച? കുടി ഇറക്കണോ കുടി പാർപ്പിക്കണോ? എന്തിനാ അപ്പൂട്ടനില്ല ഇവിടെ? അപ്പൂട്ടാ, ശങ്കരൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചിട്ടേ മുങ്ങി നടക്കുക. എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നാ പിടികിട്ടിയത്. എനിക്ക് എന്റെ കാശ് കിട്ടണം അപ്പൂട്ടാ. ആഹാ, കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്ക്. അത് ശരിയാവില്ലോ, നെറികേടല്ലേ. എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ? അവറാച്ച നിക്ക്, അപ്പൂട്ടൻ പരിഹാരം ഉണ്ടാക്കാം. ശങ്കരേട്ടാ വാതിൽ തുറക്ക്. അപ്പൂട്ടനാ അപ്പൂട്ടനകത്ത് കയറിയിരിക്കണേ. മക്കളെ എന്നിവിടെ എന്ത് നടക്കാം കാണാം. ഹെൽപ്പുള്ളവര് മാത്രം ഇവിടെ നിന്നാ മതി. ഇന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ സമയമാം ജീവിതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ശങ്കരേട്ടൻ തനിയെ പോകുന്നു. താൻ അവറാച്ചന്റെ കയ്യിൽ 10,000 രൂപ വാങ്ങിയിട്ടുണ്ടോ? എത്ര നാളായി? ഒരു കൊല്ലമായിട്ടും താൻ പണം മടക്കി കൊടുത്തിട്ടില്ല. എന്നും ദേവിയുടെ മുമ്പിൽ ചെണ്ട കൊട്ടുന്നവനല്ലോ താൻ. നേരും നിറയും വേണ്ടേ? 10,000 രൂപ വെറുതെ കിട്ടുമോ? അപ്പൊ മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശം മേടിച്ച് ദേഹം അനങ്ങാതെ ജീവിക്കുക. ഞാൻ അവറാച്ചനോട് ഏറ്റിട്ടാ വന്നിരിക്കുന്നത്. ഇന്ന് താൻ പണം മടക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ തന്നെ ഞാൻ കൊന്നോ. ഞങ്ങളെ വെട്ടിമുറിക്കാൻ പോലും ഒരു തുണ്ട് പൊന്നോ ഒരു ചില്ലിക്കാശോ ഇവിടുന്ന് കിട്ടില്ല. ഇല്ല പൂട്ട, ഈ കിടപ്പാടും തന്നെ പണയത്തില. ശരിയാ, ഞാൻ കടം മേടിച്ചു. എന്റെ മകളുടെ കല്യാണത്തിന് പൊന്നു പണയം വെക്കാൻ തരാന്ന് മകളും മരുമോനും സമ്മതിച്ചതാ. ഇപ്പൊ ഒരുത്തരുമില്ല. പേരും നെറിയും ഒന്നും മറന്നിട്ടില്ല. ഉണ്ടായിട്ട് വേണ്ടേ? കുടുംബം മുഴുവൻ പട്ടിണിയിലാണ് പൂട്ട. ഇനി ആ പൂട്ടന് തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണോ ആകാം. കരയരുത്, കരയരുത്. പണമല്ലല്ലോ വലുത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാനൊക്കൂ. വളം വാങ്ങാൻ ബാങ്കിൽ നിന്ന് എടുത്ത കാശാ. ഇതിനേക്കാ വലുതല്ലല്ലോ വളം. തൽക്കാലം ശങ്കരേട്ടന്റെ ആവശ്യം നടക്കട്ടെ. പിന്നെ ഇത് ഞാൻ തന്നാണെന്ന് പുറത്താരും അറിയണ്ട. ഇല്ല, ഞാനിത് കുറിച്ചിടും. കടമാണ്, തിരിച്ചു തരണം. തരും. ശങ്കരേട്ടൻ വൈകുന്നേരം കളപ്പുരയിലേക്ക് വന്നോളൂ. 2 ചാക്ക് നെല്ല് തന്നയക്കാൻ ഞാൻ മണിയോട് പറയാം. സമാധാനമായല്ലോ? തൃപ്തിയായല്ലോ? നടന്നോളൂ. 10,000 രൂപയുണ്ട്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇത് പെട്ടിയിൽ വെച്ചിട്ടായിരുന്നോ തന്റെ കളി? അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുണ്ടല്ലേ? അപ്പൂട്ടൻ വന്നപ്പോ ഇളകാത്ത കാശ് ഇളകി. അതാണ് നമ്മുടെ മെമ്പർ അപ്പൂട്ടൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നമസ്കാരം. കുഞ്ചാരെ, പട്ടാളത്തിലുള്ള മകന്റെ പണവും കത്തുമൊക്കെ വരാറില്ലേ? നീലി, ചാത്തൂട്ടി കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ദേഹോപദ്രവൊന്നും ഇല്ലല്ലോ? അപ്പൂട്ടൻ വന്ന് പേടിപ്പെടുത്തിയ പിന്നെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ആള് പൊടിയിലുണ്ട്. സന്തോഷം. അംബുജം, നിന്റെ ഭർത്താപ്പോഴും പഴയ കാളവാസി തന്നെയാണല്ലോ. നീ പോടാ. സന്തോഷം. അപ്പൂട്ടൻ വളം വാങ്ങാനുള്ള പണം കുളമായില്ലടാ. ഒന്ന് പതുക്കെ പറയടാ. എന്തിനാടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില്? പാവങ്ങളല്ലടാ. ഇതിങ്ങടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ അപ്പൂട്ടനാവില്ല. നമസ്കാരം അപ്പൂട്ട. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? ശാരദ ടീച്ചറെ, വെയിൽ കൊണ്ട് വാടാതെ അകത്തേക്ക് കയറി നിൽക്ക്. സൗകര്യമായിട്ട് നിൽക്ക്. അപ്പൂട്ടം വക വെയിറ്റിംഗ് ഷെഡിന് ചോർച്ചയൊന്നുമില്ലല്ലോ? 9,638 രൂപ 40 പൈസ ചെലവാക്കി കെട്ടിയതാ. ഇവിടെ കോടികൾ മുടക്കി ഉണ്ടാക്കി ഇടമേലാർ അണക്കെട്ട് വരെ ചോർന്ന്. പിന്നെയാണ് ഈ നക്കാപ്പിച്ചയുടെ വെയിറ്റ് ഷെഡ്. എന്തായാലും വളരെ ഉപകാരമായി അപ്പൂട്ട. മഴയും വെയിലും കൊള്ളാൻ നിക്കാലോ. ഓ കേട്ടില്ലടാ.
ഇതിനു വേണ്ടി അപ്പൂട്ടനെല്ലാം ചെയ്യണത്. വെറുതെ എല്ലാ നാട്ടുകാരെന്നെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ, കുടിവെള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. വെള്ളം കോരിത്തരം പുതിയ ആളെ നിയമിക്കണ്ടല്ലോ. അപ്പൂട്ട വായനശാലയിലേക്ക് ഒരു ടി വി മേടിച്ചു തരുമോ ക്രിക്കറ്റ് കാണാൻ? എന്ത് വിളിക്കടാ അപ്പൂട്ടനോ? എടീ കോമതി, ഈ താമരക്കുളത്ത് ഇന്നലെ പെറ്റ് വീണ കൊച്ചു തൊട്ട് വയതായി ചാവാൻ കിടക്കണവർക്ക് വരെ അവൻ അപ്പൂട്ടനാ. പേച്ചിത്തള്ളേ, വാർദ്ധക്യ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടടാ മോനെ. നിന്റെ കല്യാണം വന്ന് ഉറപ്പിച്ചോ മോനെ? ഇല്ലല്ലോ. നിനക്ക് പ്രായം എത്രയായി എന്നറിയൂ? ഈ വരുന്ന ചിങ്ങത്തില് 30 വയസ്സ്. അയ്യോ, എന്തിനു ഓർമ്മശക്തി. അതേടാ, ഈ വയറ്റാട്ടിയുടെ കയ്യിലേക്കാ ഇവരെ തെറ്റിട്ടത്. ആദ്യം ചത്തവും ചൂരും ഒന്നും ഇല്ലായിരുന്നു, എല്ലാരും പേടിച്ചുപോയി. പിന്നെ വാ കീറി ഒരലർച്ച. ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ, മുറുക്കാൻ മേടിച്ചോ. എന്റെ മക്കള് നന്നായി വരും. ഇത് എത്രാമത്തെ പ്രാവശ്യടാ? 50 രൂപ കിട്ടാനില്ല തള്ളടി പ്രസംഗം. എന്നാലും അത് കേക്കണതൊരു രസാടാ. എന്താ അപ്പൂട്ടാ ഇത്? വെളുപ്പിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ? ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ. അപ്പൂട്ടം വരാതെ എനിക്ക് പോവാൻ പറ്റുമോ? എനിക്കിന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞലക്ഷ്മി പോയിക്കോളൂ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ. ആ അപ്പൂട്ട, ടൗണിൽ പോയിട്ട് വരുമ്പോ എനിക്കൊരു കൂടെ കൺവെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന മറക്കല്ലേ? ചേടാ, വേലക്കാരി തള്ളയുടെ മോൾക്ക് കൺമശി എഴുതാനും ചെലവ് അപ്പൂട്ടന്റെ വക. ഈ പറയുന്ന ആളെ അപ്പൂട്ടന്റെ ചക്കാത്ത് പറ്റി നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. അല്ല, ആ വക്കച്ചനെ അമ്മൂട്ടിക്കാനും കണ്ടില്ലല്ലോ. അപ്പൂട്ടാ, നമ്മൾ കുളിക്കാണ്, ഇതാ വരുന്നു. ആ, പതുക്കെ വന്നാ മതി. അപ്പുട്ടിന്റെ എണ്ണ, അപ്പുട്ടിന്റെ സോപ്പ്, അപ്പുട്ടിന്റെ വെള്ളം, കുളിയടാ കുളി. ആ, വക്കച്ചനെത്തി. കീഴേ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4000. അതില് വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ടെന്ന് പറ. 13,620 കണക്കതിലുണ്ട്. മണിയാ, ഓ, കുറിച്ചിട്ടോ? കുറിച്ചിരുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13,620 രൂപ. ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10,000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10,150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേർതൊലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റരുതിട്ടോ. മതി മതി, ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസ കുട്ടിക്കൂറയാ. വേണ്ടടാ, അന്റെ ഓശ രാമൂട്ടിക്ക് വേണ്ട. ഞാനേ അന്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല. ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്നിട്ട് എന്താ പെണ്ണ് ശരിയായോ? പറയാൻ മനസ്സിലാ, വിട്. എന്റെ പൊന്നിക്കയില് പെണങ്ങാതൊന്ന് വിശദമായിട്ട് പറയണ്ടേ. അത് വലിയ കൊല്ലാ പല വിട്, നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കര മോള് ഓമനക്കുട്ടി ആ പെണ്ണ് ജാതക ഉത്തമത്തിൽ ചേർന്നിരിക്കുക. ഇക്കാ, പെണ്ണെങ്ങനെ? പോയി നോക്കടാ നമുക്ക്. ബാക്കി പറ. ചേട്ടാ, നല്ല മുഞ്ചത്തി പെണ്ണ്, വലിയ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് ഞമ്മള് വാക്കുകൊടുത്തിരിക്കുക. അതിനെന്താ, പോവാലോ. ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാ. ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി ഊണ് വേണ്ട, ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴേ എടുത്ത് കഴിച്ചിടവായ. ഓമനക്കുട്ടി നല്ല മൊഞ്ചുള്ള പെണ്ണ്. ഇപ്പൊ വെള്ളം ഇറക്കണ്ടേ? മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസ് അങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. 1 2 അല്ല, 48ാമത്തെ പെണ്ണ് കാണില്ല. മൂപ്പർക്ക് പെണ്ണ് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കൊഴിയും ആയാലേ ഇങ്ങനെ ഒറ്റേനെപ്പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. ഉത്സാഹിക്കാഞ്ഞിട്ടാണോ? 100 കൂട്ടം തടസ്സങ്ങൾ. ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവില്ല. ഇക്കണക്കിന് പോയാ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല. അത് വിട് കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. ഇതാ സംശയമുണ്ടോ? സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്. ആ, ബ്രോക്കർ എത്തിയല്ലോ.
മതോട്ടാ കടുപ്പത്തിലൊരു ചായ. ആ മണി 10 ഇനി അപ്പോട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ, നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടമെത്തും. പെണ്ണിന്റെ 2 കണ്ണും 2 ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാനുണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ 2 ചായ. മാധവന്റെ കെട്ടിയോള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യം ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. ആ അപ്പുട്ടിനെത്തി. മാധവേട്ടാ ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാഗകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. സരോജ ചേച്ചി, വട്ടക്കുഴയിലേക്കുള്ള റോഡ് വെട്ടിന്റെ കോൺട്രാക്ടർ വരും. കടയിൽ ഇരിക്കാൻ പറയണം. ഞങ്ങൾ ഉടനെ എത്തും. റോഡ് വെട്ടാൻ കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർ സമ്മതിക്കില്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. നടക്കില്ല ചേച്ചി, അതൊക്കെ അയാളുടെ മനസ്സിലിരിപ്പല്ലേ. നാളെ റോഡ് വെട്ട് ആരംഭിച്ചിരിക്കും. ഇന്ന് എവിടെയാ അപ്പൂട്ട കാപ്പൂടി? അപ്പൂട്ടൻ പെണ്ണ് കാണാൻ പോകുന്നതിന് കാപ്പൂടിക്കാൻ പോകുന്നെന്നാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അപ്പോട്ടാ പോവാം. പാച ഒടിച്ച് നിക്കാതിരും തക്കടി. എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ പിന്നെ എന്തിനാ നാടുനീളം ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണമില്ലാതെ. എന്തിനാടി ഈ കുശുമ്പ്? ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും. ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്. അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ. പക്ഷേ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്. കാപ്പി കുടിക്കാം. കോളടിച്ചില്ലടാ. ഉഗ്രം കുട്ടി, ഇതൊത്ത് എനിക്കിഷ്ടമായി. എനിക്കിഷ്ടായി. നീ എന്ത് പറയുന്നു? എനിക്കിഷ്ടമായി. ബിസ്ക്കറ്റോ പെണ്ണോ? രണ്ടും. എന്നാ നമുക്കിനി താമസിപ്പിക്കണ്ട. വരുന്ന ചിങ്ങത്തില് കല്യാണം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളമൊന്ന് ഇളകും. നാട്ടുകാർ മുഴുവൻ കല്യാണത്തിനുണ്ടാവും. ഒരു വിരോധവും ഇല്ല. നമുക്ക് കെങ്കേമാക്കാം. അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാ. അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല. നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം. ഇവൾക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ തന്നെയാ ആണുങ്ങൾക്ക് മുമ്പേ. ഞാൻ എന്താ സംസാരിക്കേണ്ടത്? സുഖമാണല്ലോ, എന്നിഷ്ടപ്പെട്ടല്ലോ, കല്യാണം ചിങ്ങത്തിൽ നടത്താലോ. ഒരുപാട് ആലോചനകൾ വന്നു. ഒന്നും എനിക്കങ്ങോട്ട് ബോധിച്ചില്ല. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ഇഷ്ടാന്ന് ഞാൻ പറയണത്. ഓമനക്കുട്ടിയെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഓമനക്കുട്ടിക്കോ? ക്ഷമിക്കണം, ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടല്ല, ഞാൻ മറ്റൊരാളുമായി സ്നേഹത്തില. വീട്ടുകാരറിഞ്ഞിട്ടില്ല. അദ്ദേഹം ബോംബെയില. കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ പോയത്. വന്നിട്ട് വേണം വീട്ടുകാരോട് പറയാൻ. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോവും. നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. വലിയ മനസ്സുള്ള ആളല്ലേ. ജീവിക്കാൻ കൊതിയുള്ള ഒരു പെൺകുട്ടിയുടെ അപേക്ഷ. എന്നെ കണ്ണീര് കുടിപ്പിക്കരുത്. ഈ കല്യാണം ഒന്നും മുടക്കി തരണം. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. കാല് പിടിക്കരുത്, കരയരുത്, കരയരുത്. സാറില്ല കുട്ടി, നമ്മളൊക്കെ മനുഷ്യരല്ലേ. മനുഷ്യർക്കല്ലേ മനുഷ്യരെ അറിയാൻ പറ്റൂ. പേടിക്കണ്ട,
ഞാനിത് മുടക്കിത്തരാം. സദ്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്. ആഹാ, എന്നാ പിന്നെ ചോദ്യമില്ല. ആ പാര കൈപ്പുണ്യമുള്ള ആളല്ലേ? അതോട്ടാ ഏ? മണിയാ, വാ പോവാം. എന്താ പുട്ടാ? എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ല. അപ്പൊ നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇഷ്ടായിന്ന്? അത് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ. അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കമുണ്ടല്ലോ. അതുപോരാ. മാത്രമല്ല പെണ്ണിന് നിറവില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല. വാ. ഈത്ത വിളിക്കരുത്. എന്താണ് തോന്നിയാസം കാണിക്കാ? നീ ഞങ്ങളെ നാട്ടിൽ തന്നെ ഉദ്ദേശം? ബഹളം ഉണ്ടാക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ. അവിടെ ഒരു കുട്ടിയുണ്ട്. പുലിപ്പറമ്പല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെ ബ്രോക്കർ വഴി ഇറങ്ങാൻ മതിയല്ലോ. നിന്നോടൊപ്പമുള്ള പെണ്ണ് കാണാൻ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു. പറയണ എന്താണ് പെണ്ണിന് കുഴപ്പം? കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു. അപ്പൊ നീ അലിഞ്ഞു. പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? പാപമല്ലേ? നല്ലൊരു കുട്ടിയായിരുന്നു. യോഗമില്ലടാ പുട്ട നിനക്ക്. അപ്പൂട്ടാ, ആ കല്യാണം മുടങ്ങിയല്ലേ? അമ്മേ, അത് അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ നിന്റെ ഉള്ളലിഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെയാടാ നീ ഒരു പെണ്ണ് കെട്ടുക? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലമ്മേ. വിഷമിക്കണ്ട. ഭാര്യ കോരി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഒരു മഹാലക്ഷ്മി ഈ വീട്ടിലേക്ക് കയറി വരും. അത് കണ്ടാലേ ഈ അമ്മയ്ക്ക് ആത്മശാന്തി കിട്ടും.